ഗായ്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വെയിറ്റ് ഗെയിൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുറേ നാളായി വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് നിർത്തി, കുറേ പേര് അന്ന് തുടങ്ങി ഒരു ദിവസം ചെയ്തിട്ട് നിർത്തിയവരൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയായിരുന്നു. പക്ഷേ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കും. അതുപോലെ നമ്മൾ കുറച്ച് കഴിച്ചില്ലെങ്കിലും പെട്ടെന്ന് മെലിഞ്ഞ് പോവും. അപ്പം എന്ന് വെച്ചാൽ എന്താ, ഈ നമ്മൾ ആദ്യത്തെ വട്ടം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അത്രയും കഷ്ടപ്പാട് പിന്നെ വരത്തില്ല. ഇപ്പം ഞാൻ 2 ദിവസം ആഹാരം കഴിക്കാതെ ഞാൻ കുറച്ച് ക്ഷീണിച്ചായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഇരട്ടി നല്ലപോലെ കഴിക്കുന്നുണ്ട്. അപ്പം എന്നെ കാണാൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും, മാറ്റം വന്നിട്ടുണ്ടായിരിക്കണം. അപ്പം 2 ദിവസം കൊണ്ട് ഞാൻ ഭയങ്കര തട്ടാണ്. ഓക്കെ. അപ്പം കുറേ പേര് വെച്ചാൽ ഓട്സ് കഴിച്ചാൽ വണ്ണം വെക്കും, ഉറപ്പായിട്ടും വണ്ണം വെക്കും. ഞാൻ ഓട്സ് നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണേ, എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ ചെയ്തത് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനപ്പോൾ ഓട്സ് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചോറുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യം വല്ലതാണോ? അതുകൊണ്ട് ഞാനാണെങ്കിൽ എപ്പോഴും ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഞാൻ ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ് മാത്രമല്ല, ഇഷ്ടംപോലെ മുട്ട ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മുട്ട എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇട്ട് വീഡിയോയിലെല്ലാം മുട്ട കൊണ്ടുള്ള പല കാര്യങ്ങളല്ലേ. മുട്ട കൊണ്ടുള്ളൊരു തേരോട്ടമായിരുന്നു. ഇപ്പോഴും ഞാൻ മുട്ട നല്ലോണം കഴിക്കുന്നുണ്ട്. ഞാൻ എത്ര കിലോ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ 38 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. 38 കിലോ, അതായത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആ ഒരു ടൈമിൽ ഞാൻ 38 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് 52 കിലോ ഉണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, ഈ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു വലിയ പരിപാടി ആയിരുന്നു. കാരണം വണ്ണം വെക്കാൻ ഭയങ്കര പാടാവും. തലകുത്തി നിന്നാലൊക്കെയാണ് വണ്ണം വെക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പിന്നെ ചിലർ 2-3 ഒരാഴ്ചയെ കഴിച്ചിട്ട് ഞാൻ വണ്ണം വെക്കത്തില്ല ഞാൻ പറയും. അങ്ങനെയൊന്നും അല്ല. ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം കഴിച്ചാൽ മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. ചേഞ്ച് വന്നാൽ പിന്നെ ഒരൊറ്റ കയറ്റമായിരിക്കും, പെട്ടെന്നായിരിക്കും വണ്ണം വെക്കുന്നത്. എൻ്റെ മുഖം ഒരു കൊട്ട ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഹാരം കുറച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സുന്ദരി എന്ന് നോക്കിയിരിക്കുന്നു. പിന്നെ ഞാൻ ഡാസ്ലറിന് മെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേക ചനക്കൊന്നുമില്ല, ഇതുവരെ അനങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇതുവരെ അവിടെ നിന്ന് അനക്കമൊന്നുമില്ല. അപ്പം ഇനി അവർ പറയുമായിരിക്കും, എനിക്കറിയത്തില്ല. നമ്മൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഇനിയിപ്പം ജോലി കിട്ടുവാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരൊക്കെ എങ്ങനെ കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ അന്നേരം ചെയ്ത് കാണിക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് തിരക്കുകളുടെ ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കസിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയത്തില്ലേ, നമ്മുടെ ഒരേ വട്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടൊക്കെ ഭാഗ്യമാണ്. അതേപോലെ ഒരേ വട്ടമുള്ളൊരു കസിൻ എനിക്കുണ്ട്, ഒരു വട്ടത്ത് കസിൻ എനിക്കുണ്ട്. അപ്പം 30 വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു കസിൻ്റെ കല്യാണം വരുന്നുണ്ട്, പിന്നെ ജോലിയുടെ കാര്യം വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഞാൻ വെറുതെ കുത്തിരിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ഞാൻ അവിടെ പോയി നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ചാർട്ട്, ഞാനാണെങ്കിൽ പിന്നെയും ഇങ്ങനെ നമ്മൾ ഞാനാണെങ്കിൽ പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത്, അതായത് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിലൊരു മിനിമൽ രീതിയിലാണ് എൻ്റെ ഡയറ്റ് കാണിച്ചിട്ടുള്ളത്. ഞാൻ അച്ചാമ്മയുടെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനെടുത്ത ഡയറ്റിൻ്റെ ഭീകരത. അടി വിട്ടുകുത്തി എല്ലാം എനിക്ക് കിട്ടിയായിരുന്നു. നമുക്കൊരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അച്ചാമ്മ എന്നെ നല്ല വഴക്ക് പറയായിരുന്നു. ആ വഴക്കൊക്കെ കേട്ടിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പം നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കിട്ടുന്ന വഴക്കായിട്ട് നിങ്ങളതിനെ മനസ്സിലെടുത്തുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കണം. അപ്പോൾ ഞാൻ രാവിലത്തെ ഷേക്ക് ഓൾറെഡി കുടിച്ചു കേട്ടോ. ഓൾറെഡി കുടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എണ്ണിക്കാൻ വളരെയധികം താമസിച്ച് പോയപ്പം അമ്മ രാവിലെ ഉണ്ടാക്കിയിട്ട് ആ ഷേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എന്നെ ഉറക്കപ്പായേനെ വിളിച്ചുണർത്തി തന്നു. ഞാൻ അത് കുടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വീണ്ടും കിടന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ എടുത്ത് ചോദിച്ചു, അമ്മ എനിക്ക് രാവിലെ കുടിക്കുക അമ്മ എന്തെങ്കിലും തന്നായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. ആദ്യം ഒരു സ്വപ്നം കണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത് അമ്മ അതിനിടയ്ക്ക് കൂടെ കൊണ്ട് തന്നെയാണ്. കാരണം ആ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചൂടാകാൻ പോകണം, വെറുതെ കഷ്ടപ്പെടല്ലേ. അതുകൊണ്ട് അമ്മയുടെ എളുപ്പപ്പണിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് കാണാം. ഞാൻ ഉച്ച വരെ ഉള്ളത് ഒന്നിച്ചിട്ടിട്ട് വൈകിട്ട് ഞാൻ വേറെ ആയിട്ടായിരിക്കും ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയാണെങ്കിൽ വൈകിട്ടത്തെ നിങ്ങൾ നോക്കണ്ട, കരണ്ടും ഇല്ല. മഴ കാരണം എനിക്കിനൊരു മൈക്ക് വാങ്ങിക്കണം.
എന്നെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട, എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഉറക്കഭയന്ന് നേരെ എണീച്ചൊന്ന് തിന്നു വരുന്നു. കാരണം എനിക്ക് വയറ്റിൽ കൊക്കോപ്പുഴ കഴിഞ്ഞ്. അതുകൊണ്ട് രാവിലെ എണീച്ച് ഞാൻ വന്ന് തിന്ന് എന്തോ കാണണമെന്നറിയാമോ? ബാൽവീർ. അപ്പോൾ എത്ര മണിയായി കാണും? ഒരു 9:30 10 മണിയോളമായി. രാവിലെ ഇഡലി ആയിരുന്നു, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ തിന്നു. അത് കഴിഞ്ഞിട്ട് 11 മണിയല്ല 11:30 ആയി കാണും. 11:30 ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും വിശന്നു. കാരണം ഞാൻ 2 ഇഡലിയാണ് തിന്നത്, ഇഡലി ഇഷ്ടമില്ലാത്തതുകൊണ്ട്. വിശന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ അമ്മ പഴങ്കഞ്ഞി താന്ന് പറഞ്ഞ്, പഴങ്കഞ്ഞി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കല്ലൂന് രാവിലെ ഇപ്പോൾ കോളേജിൽ പോകുന്നതുകൊണ്ട് ചോറുള്ളതുകൊണ്ട് രാവിലെ ഞാൻ ചോറ് കഴിച്ചു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ചുമന്ന മീൻ പൊരിച്ചതും സാമ്പാറുമായിരുന്നു. അതാണ് എൻ്റെ മുഖത്ത് ഇത്രയും പുഞ്ചിരി, കാരണം സന്തോഷത്തിൻ്റെ അമിട്ടുകൾ പൊട്ടി. എന്നിട്ട് ഞാനാണെങ്കിൽ സാമ്പാറും മീനും കൂട്ടിയിട്ട് ചോറുണ്ടു. ആഹാ സ്വർഗം. എന്നും ഇങ്ങനെ മീൻ കിട്ടിയിരുന്നെങ്കിൽ. വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് മീൻ. അതുകൊണ്ട് ഞാൻ അതും കൂട്ടി ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാൻ ആരും മറക്കരുത്. റെസ്റ്റ് വെറുതെ കുത്തിയിരിക്കണം. പിന്നെ വിശപ്പില്ലാത്തൊരു ജോലി എടുക്കണം കേട്ടോ. ജോലി എടുത്താലേ വിശപ്പ് വരുത്തുള്ളൂ എന്ന് അച്ചമ്മ പറയാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഴങ്കഞ്ഞിയല്ല ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 എത്തിയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വിശന്നു എന്നല്ല, ചെറിയ വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും ഞാൻ പിന്നെയും തിന്നാനിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം എത്തിയപ്പോഴത്തേക്കും ഞാൻ ഒരു വടയും കഴിച്ച് ചായയും കുടിച്ച്. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.